ഈ സോളാർ വാട്ടർ ഹീറ്ററും അതുപോലെ ഹീറ്റ് പമ്പൊക്കെയുള്ള വീടുകളിൽ നമ്മുടെ ഈ ടാപ്പ് തുറന്നാൽ അപ്പം തന്നെ നമുക്ക് ചൂടുവെള്ളം കിട്ടാറില്ല അല്ലേ? അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മാസം ഒരു 10 രൂപ അഡീഷണൽ കറണ്ട് ബില്ല് കൊടുത്താൽ ഒരു 13,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പമ്പ് കമ്പനിയായ ഗ്രോൺഫോഴ്സിന്റെ പമ്പ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് ഗ്രോൺഫോഴ്സിന്റെ UPS എന്ന് പറഞ്ഞ പമ്പ്, ഹോട്ട് വാട്ടർ സർക്കുലേഷൻ പമ്പാണ്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു ചുമന്ന കളറാണ് ഈ പമ്പ്. ചൂടുവെള്ളത്തിന് യൂസ് ചെയ്യുന്നതാണ്. യൂറോപ്പിലെ സെർബിയയിൽ ഉണ്ടാക്കിയ ഈ ഒരു പമ്പ് ഈ ഒരു റേറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ചൂടുവെള്ളം നമ്മുടെ ടാപ്പ് തുറന്നാൽ ഉടനെ കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ, ഈ ലൈനിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ചൂട് കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും ഉപയോഗിച്ച് ഇത് പുറത്തേക്ക് പോകും, ഈ വെള്ളം തണുത്ത് പോകും. അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പമ്പ്, ഇതിനൊരു ഫൗണ്ടേഷനോ ഒന്നുമില്ല, ജസ്റ്റ് 2 പൈപ്പ് ലൈൻ കട്ട് ചെയ്തിട്ട് അതിൽ കൊടുക്കുക. ഇതിൻ്റെ ഒരു സർക്കുലേഷൻ ലൈൻ നേരെ തിരിച്ച് നമ്മുടെ ഹോട്ട് വാട്ടറിൻ്റെ ഏതാണ്, സോളാർ ആണെങ്കിൽ സോളാറിൻ്റെ ഇന്നിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹീറ്റ് പമ്പ് ആണെങ്കിൽ ഹീറ്റ് പമ്പിൻ്റെ ഇന്നിലേക്ക് കണക്ട് ചെയ്താൽ ഇത് ഒരു ടൈമർ ഉപയോഗിച്ചും ഒരു ടെമ്പറേച്ചർ സെൻസർ ഉപയോഗിച്ചും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പമ്പാണ്. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ 60 വാട്ടാണ് എടുക്കുന്നത്. നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ 1 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് ഈ പമ്പ് വർക്ക് ചെയ്യണമെന്നില്ല. നമ്മുടെ കേരളത്തിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ മണിക്കൂർ ഇടവിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു 12ഓ 15ഓ സമയങ്ങളിൽ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യും. ടൈമർ സെറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഈ പമ്പ് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. 5 മിനിറ്റ് വീതം 12 പ്രാവശ്യം 5 മിനിറ്റ് വീതം വർക്ക് ചെയ്യുമ്പോൾ ഈ ലൈനിലുണ്ടാകുന്ന കിടന്ന ഈ തണുത്ത വെള്ളം, അതായത് ചൂട് നഷ്ടപ്പെട്ട വെള്ളത്തിനെ നേരെ പമ്പ് ചെയ്ത് തിരിച്ച് സോളാറിലേക്ക് വരികയും അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ചൂടാവുകയും നമ്മുടെ ലൈനിൽ എപ്പോഴും ചൂടുവെള്ളം തിരിച്ച് റീസർക്കുലേറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ടാപ്പ് തുറന്നാൽ ഉടൻ ചൂടുവെള്ളം കിട്ടുന്നത്. അപ്പൊ ഈ 10 രൂപ എങ്ങനെ വരും എന്നുള്ളതല്ലേ നിങ്ങളുടെ ചോദ്യം. ഞാൻ തെളിയിച്ചു തരാം. നമ്മുടെ നോർമലി ടൈമറിലാണ് നമ്മുടെ കേരളത്തിൽ സെറ്റ് ചെയ്യാറുള്ളത്. ടെമ്പറേച്ചർ സെൻസർ അനുസരിച്ചും സെറ്റ് ചെയ്യാറുണ്ട്. ടൈമറിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു 12 സെറ്റിങ്ങിലാണ് സാധാരണ സെറ്റ് ചെയ്യുന്നത്. അതായത് രാവിലെ ഒരു 4 മണി സെറ്റ് ചെയ്യും, 5 മണി, 6 മണി, അത് കഴിഞ്ഞൊരു 8, 9, പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി, ഒരു 3, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6, 7, അങ്ങനെ ഒരു 12 സെറ്റിങ്ങിലാണ് സാധാരണ സെറ്റ് ചെയ്യുന്നത്. 5 മിനിറ്റ് ഈ പമ്പ് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ ടൈമറിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം വരുന്നത് വെച്ചാൽ 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 60 വാട്ടാണ് എടുക്കുന്നത് ഈ പമ്പ്. അതായത് 12 × 5 മിനിറ്റ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 12 × 5 60. അതായത് ഒരു ദിവസം ഈ പമ്പ് 1 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം 60 വാട്ടാണ് എടുക്കുന്നത്. × 30, 30 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ എടുത്താൽ 60 × 30 1800. അതായത് 1800 വാട്ട്, 1.8 യൂണിറ്റ് കറണ്ടാണ് നമുക്ക് ഒരു മാസം ഉപയോഗം വരുന്നത്. 1.8 യൂണിറ്റ്, ഒരു യൂണിറ്റിന് 5 രൂപ വെച്ച് കണക്കൂട്ടിയാൽ ഏകദേശം 9 രൂപയെ വരുന്നുള്ളൂ. ഞാൻ 10 രൂപയെന്ന് വെറുതെ പറഞ്ഞാൽ, ആക്ച്വലി 10 രൂപയില്ല, 9 രൂപ കറണ്ട് ബില്ലേ വരുന്നുള്ളൂ. ഇതിനകത്തൊരു ആഡ് ഓൺ ഫീച്ചറും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ടെമ്പറേച്ചർ സെൻസർ നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പം നമ്മുടെ ലൈനിൽ ചൂടുവെള്ളത്തിന്റെ ചൂട് കുറയുന്നോ അപ്പോൾ ഈ പമ്പ് വർക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പഴയ തണുത്ത വെള്ളത്തിനെ നമ്മുടെ മുകളിലേക്ക് പോവുകയും തിരിച്ച് ടാങ്കിലേക്ക് പോവുകയും ചൂടുവെള്ളം ലൈനിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. യൂറോപ്യൻ മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഈ പമ്പിനെ പറ്റി കൂടുതൽ അറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനും വിസിറ്റ് ലേ മാർബിൾ ഗാലറി, ഓപ്പോസിറ്റ് സിവിൽ സ്റ്റേഷൻ, കാലിക്കറ്റ്.